നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല കൊഴുകുഴാന്നായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മള് മിക്സ് സാധനങ്ങൾ നോർമല് മീൻ കറിക്ക് ചേർന്ന സാധനങ്ങളല്ലേ, സിമ്പിളായിട്ട് മാങ്ങ അതുപോലെ നമ്മളുടെ ചെറുള്ളി സാധനങ്ങളൊക്കെ മിക്സ് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇത് എക്സ്ട്രാ സാധനം ചേർത്തിട്ടില്ല നമ്മള്, സ്പെഷ്യൽ സാധനമല്ലേ, പറയാൻ പറ്റില്ല അത്. ഓക്കെ, ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ നമ്മളെ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഈ ഉലുവ കടുക്, കുറച്ച് ഉലുവ ഇടണം, കുറച്ച് കടുക്. നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം റെഡി ആയിട്ടുണ്ട്. വെള്ളം കുടിച്ചോണ്ടിരിക്കണം. പിന്നെ നമ്മളെ തക്കാളി മാങ്ങ റെഡി ആയിട്ടുണ്ട്. മീൻകറിയുടെ അവസാന ഘട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ട. വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് മുളകിട്ട കറിയാണ്. തേങ്ങ അരച്ചറിയ നാളികേര അരച്ചിട്ടുണ്ടല്ലേ. അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് നല്ല ഫ്രഷ് മീൻ കേട്ടോ. അത് ഇന്ന് രാവിലെ പിടിച്ച മീനാണ്. ഫ്രഷ് ആയിട്ട് കിട്ടിയാണ് മീനുണ്ട്. എന്താ പ്രശ്നം നോക്കി നമ്മള് തിളച്ച മീൻ കറിയിലോട്ട് കറിക്ക് ചേർക്കുക. അങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിൽ പുളി ചേർത്തിട്ടില്ല. കൊടുമ്പുള്ളിയുടെ ആവശ്യമില്ല. ടൊമാറ്റോ മാംഗോ നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുമ്പുള്ളിയുടെ ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും മീൻ ഇടുമ്പോഴത്തേക്ക് മീനെ തൊട്ട് മുകളിലോട്ട് ആ ഒരു വാട്ടർ ലെവലല്ല, ആ ഒരു ഗ്രേവിയുടെ ലെവൽ നിൽക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കും. അപ്പോൾ ഫിഷ് കറി ഏകദേശം ആയിട്ടുണ്ട്. അതായത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരവും. ഇപ്പം നമുക്ക് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ താളിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് വേപ്പില എടുത്തിട്ടുണ്ട്, ചെറുപുളി എടുത്തിട്ടുണ്ട്, കറ്റൽപൊടി എടുത്തിട്ടുണ്ട്. ഇനി താളിച്ച് കഴിഞ്ഞാൽ റെഡിയായി. ഒരു ചെറിയൊരു ടിപ്സ് പറയാം, അത് ചെയ്യാത്തതാണ്. ചെറുങ്ങനെ ഒരു കായപ്പൊടി ചെറുങ്ങനെ പറയാൽ അതിൻ്റെ ഒരു മണവും ടെസ്റ്റും എന്തായാലും കൊടുക്കും. നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല പുളിയും എരിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല വെന്തുടഞ്ഞ കപ്പയുണ്ട്. അതിൻ്റെ മേലിൽ നമ്മളിങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ഒരു പീസ് വയ്ക്കുക, ഇങ്ങനെ ചാറിങ്ങനെ കോരി വയ്ക്കുക. നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു.